പാലക്കാട് കൂടെ പോകുമ്പം സ്റ്റേഡിയം ബസ് സ്റ്റാൻഡിന് മുന്നിൽ കൂടെ പോകുമ്പോഴേ മരങ്ങളെല്ലാം കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നി. നല്ല വെയിലാണ് പാലക്കാടൊക്കെ. എല്ലാ ഭാഗത്തും ചൂട് തന്നെയാണ്. നമ്മുടെ ഭാഗത്ത് നല്ല ചൂടാണ്. ഏറ്റവും കൂടുതൽ ചൂടിൻ്റെ താപനില വരുന്ന പാലക്കാടാണല്ലോ. അങ്ങനെ പോകുമ്പോഴേ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന വൃക്ഷങ്ങളൊക്കെ കണ്ടത്, നല്ല പച്ചപ്പും തണലും ഒക്കെ കണ്ടപ്പോൾ ഞാൻ കാണാൻ ആദ്യം ഒരു കൗതുകത്തോടെ ഒരു ഭംഗി തോന്നി. എന്തൊന്നുമില്ലാത്തൊരു ഭംഗി, വെയിൽ കൂടിയതുകൊണ്ടായിരിക്കാം. ബസ്സിലിങ്ങനെ പോകുന്ന പിന്നെ വീഡിയോ എടുത്തേക്കാൻ ഓർത്തു. അതിങ്ങനെ ക്രോസ് ചെയ്തിങ്ങനെ പോകുമ്പോൾ കാണാൻ നല്ല രസമാണ്. അങ്ങനെ പോകുമ്പോഴേ ഓർത്ത് ഇവിടെയൊക്കെ നമ്മുടെയൊക്കെ റോഡ് സൈഡിലെ റോഡ് വിപുലീകരിച്ചുകൊണ്ട് 4 വരി പാതയും ഒക്കെ ചെയ്യാൻ വേണ്ടി റോഡ് പണിയൊക്കെ നടക്കുമ്പം ഞങ്ങളുടെ ഇവിടെ ജംഗ്ഷനിലൊക്കെ നല്ല മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജംഗ്ഷനിലെ റോഡ് സൈഡിലൊക്കെ ഉണ്ടായിരുന്നു നല്ല മരങ്ങൾ, വലിയ കാരണവന്മാർ പോലത്തെ മരം. എൻ്റെയൊക്കെ കുഞ്ഞിലെ ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴുള്ള മരങ്ങളായിരുന്നു. പക്ഷെ അതെല്ലാം റോഡ് പണിയാണെന്ന് പറഞ്ഞ് വെട്ടി. സത്യം പറയല്ലോ, റോഡ് പണിയും ആ മരങ്ങളും തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു 3-4 മരം ഇടപെട്ട് നിന്നിടത്ത് എല്ലാം നല്ല തണലും നല്ല കാറ്റുമായിരുന്നു. എല്ലാം വെട്ടിക്കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഈ മരമൊക്കെ വളർന്നു വരാൻ ഇത് ഇത്രയൊക്കെ ആകാനൊക്കെ എത്ര കാലം പിടിക്കും അല്ലേ. ഇപ്പം നമുക്കിത് വലിയ തണലായിട്ട് ഇപ്പോൾ ഇതിലെല്ലാം പോകുമ്പം ഈ മരങ്ങളൊന്നും ഇല്ലെങ്കിൽ ഡയറക്റ്റ് സൂര്യൻ്റെ വെയിൽ കൊണ്ടിട്ട് എന്തൊരവസ്ഥയായിരിക്കും. അപ്പോൾ അതിൻ്റെ താഴെയാണ് കൊച്ചു കൊച്ചു കടകളും വഴിയോര കച്ചവടക്കാരും. നമുക്ക് യാത്ര ചെയ്യുമ്പോഴാണ് ആ വഴി പോകുമ്പോൾ ഒരു തണുപ്പും കാറ്റും ഒക്കെ കിട്ടും, ഒരു സുഖവും കാണാനൊരു ഭംഗി. കണ്ടോ, അരികിലെല്ലാം ഉണ്ട്. തമിഴ്നാടൊക്കെ പോകണമെങ്കിൽ നിങ്ങൾക്കറിയാലോ, റോഡ് സൈഡ് 2 വശത്തും മരം. ഇങ്ങേപ്പുറത്തും ഉണ്ട് കേട്ടോ മരങ്ങൾ. പക്ഷേ തമിഴ്നാടൊക്കെ പോകണമെങ്കിൽ നമുക്കറിയാം, അങ്ങേപ്പുറത്തും ഇങ്ങേപ്പുറത്തും ഇങ്ങനെ ഒരു പന്തൽ പോലെ നിൽക്കും, അതുപോലെ മരങ്ങളായിരിക്കും. ഞങ്ങളുടെ ജംഗ്ഷനിലൊരു മരം ഉണ്ടായിരുന്നു. എനിക്കത് വെട്ടിക്കളഞ്ഞ് ഭയങ്കര സങ്കടം തോന്നി. ഞാൻ അതിനെക്കുറിച്ച് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടു. കാരണം അതിൻ്റെ 8ാം ക്ലാസ് തൊട്ടുള്ള ഒരു ഞാൻ കണ്ടിരുന്ന മരമാണ്. അതിൻ്റെ ലാസ്റ്റ് കൊടുക്കട്ടെ ഫോട്ടോ. ആരും മരങ്ങൾ വെട്ടാതിരിക്കുക. ഒരു കാര്യമില്ല, വെറുതെ വെട്ടിക്കളഞ്ഞ്. ഇപ്പോൾ നിൽക്കുന്നവിടെല്ലാം ഭയങ്കര വെയിലാണ്. ഓട്ടോ സ്റ്റാൻഡൊക്കെ ആയിരുന്നു ഇവിടെ. അവരെല്ലാം പാവങ്ങൾ വെയിലാണ് നിൽക്കുന്നത്.